ഹായ് ഫ്രണ്ട്സ്. അപ്പോ നമ്മൾ 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു അല്ലെ. താപം അല്ലെങ്കിൽ നമ്മുടെ സൂര്യപ്രകാശം സൺലൈറ്റ് വിവിധ രീതിയിൽ പ്രസരിക്കുന്ന രീതിയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നീട് ഹ്യൂമിഡിറ്റിയെ പറ്റി പറഞ്ഞു. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണ്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ സമ്പൂർണ്ണ ആർദ്രത എന്താണ്, ആപേക്ഷിക ആർദ്രത എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഭൂമിയിലുള്ള പ്രധാനപ്പെട്ട അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം ഒക്കെയാണ്. അപ്പോ അതിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം പല രൂപങ്ങളിലേക്ക് മാറുന്നതാണ് അല്ലെ. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് സ്റ്റേജുകൾ, ഒരുപാട് രൂപങ്ങളുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു രൂപം അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് നേരിട്ട് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. അതാണ് ഇനി നമ്മൾ ഇനി പഠിക്കുന്നത് സബ്ലിമേഷൻ. എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ലിമേഷൻ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് സബ്ലിമേഷൻ? എന്താണ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാറ്റഗുളിക, നാഫ്തലിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലുണ്ടാകുന്ന എന്താണ് രൂപമാറ്റമാണ് എന്നറിയപ്പെടുന്നത് സബ്ലിമേഷൻ അഥവാ മലയാളം മീഡിയംകാർ കേട്ടോ ഉത്പാദനം. ഏതാണ് ഉത്പാദനം? എന്താണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ? ഖരാവസ്ഥയിലുള്ള ഒരു സാധനം എന്ത് ചെയ്യുന്നു? ഖരാവസ്ഥയിലുള്ള ഒരു സാധനം നേരിട്ട് എന്താകുന്നു? വാതകാവസ്ഥയിലേക്ക് മാറുന്നു. പറഞ്ഞ മനസ്സിലായി? അതായത് സോളിഡ് സ്റ്റേറ്റിലിരുന്ന ഒരു സാധനം എന്ത് ചെയ്യുന്നു? നേരിട്ട് എന്തിലേക്ക് മാറുന്നു? ഗേഷ്യസ് സ്റ്റേജിലേക്ക് മാറുന്നു. ഇതാണ് ഏതെന്ന് പറയുന്നത്? ഗേഷ്യസ് സ്റ്റേജിലേക്ക് മാറുന്നു. ഇതാണ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, പാറ്റഗുളിക നിങ്ങൾക്കറിയാവുന്ന ആളിക്കും ഓർമ്മയുണ്ട്. പാറ്റഗുളിക, നാഫ്തലിൻ തുടങ്ങിയവ എന്തിന് ഉദാഹരണമാണ്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഈ സബ്ലിമേഷന്റെ ഒരു ഇത് വെച്ച് പറയുന്ന ഒരു രീതിയിൽ ഉള്ളതിന് ഉദാഹരണമാണ്. എന്താണ്? നാഫ്തലിൻ. ഓക്കെയാണ്? അപ്പോ നമ്മുടെ അന്തരീക്ഷത്തിലെ ജലകണികകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ അന്തരീക്ഷത്തിലെ ജലകണികളെ പറ്റി പറഞ്ഞപ്പോ നമ്മൾ എന്താണ് സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. എന്താണ് സാച്ചുറേഷൻ ലെവൽ? നിങ്ങൾക്കറിയാം എന്താണ് പറയൂ. എന്താണ്? അന്തരീക്ഷത്തില് വാതകം ഫുള്ളി സാച്ചുറേറ്റ് ആവുന്നു അല്ലെങ്കിൽ മുഴുവനായിട്ട് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു? തികഞ്ഞു നിൽക്കുന്നു. തങ്ങിയിരിക്കുന്നു? ജലപാശം മുഴുവനായി തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക? സാച്ചുറേഷൻ ലെവൽ അല്ലെങ്കിൽ പൂരിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ അന്തരീക്ഷം പൂരിതാവസ്ഥയാകുമ്പോൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്താവുന്നു? സാച്ചുറേഷൻ ലെവലിൽ എത്തുമ്പോൾ പെട്ടെന്ന് താപനില കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അപ്പോ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കും. നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇത്രയും പോർഷൻ അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കും. അപ്പോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സാച്ചുറേഷൻ ലെവൽ ഉണ്ട്. അപ്പോ അറ്റ്മോസ്ഫിയറിലെ സാച്ചുറേഷൻ ലെവൽ ഉള്ളപ്പോ എന്താ സംഭവിക്കുന്നത്? ഒന്നുകൂടെ നോക്കാം. സാച്ചുറേഷൻ ലെവൽ ഓൾറെഡി ഉള്ളപ്പോ എന്ത് സംഭവിക്കുന്നു? താപനില ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കുറയുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലെ ജലബാഷ്പം അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി എന്ത് മാറുന്നു? വിവിധ ഫോർമാറ്റുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ ഫോർമേഷനുകളിലേക്ക്, വിവിധ തരം രൂപങ്ങളിലേക്ക് മാറും. പറഞ്ഞു കിട്ടിയോ? അപ്പോ അന്തരീക്ഷമാണെന്ന് വിചാരിക്കുക. അന്തരീക്ഷത്തിൽ സാച്ചുറേഷൻ ലെവൽ ഉണ്ട്. ആ അന്തരീക്ഷത്തിൽ സാച്ചുറേഷൻ ലെവൽ ഉള്ള സമയത്ത് ടെമ്പറേച്ചർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കുറയുന്നു. കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടെ എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിലെ ജലബാഷ്പം വിവിധ രൂപത്തിലേക്ക് മാറും. അതാണ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്നറിയപ്പെടുന്നു. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ വിവിധ തരം ഘനീകരണ രൂപങ്ങൾ എന്നറിയപ്പെടുന്നു. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ അഥവാ വിവിധ തരം ഘനീകരണ രൂപങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന ഘനീകരണ രൂപങ്ങൾ പറയോടെ നിങ്ങളൊന്ന് പറഞ്ഞാ. മഞ്ഞുതുള്ളി അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതിനെ തുഷാരം എന്ന് പറയും. എന്തെന്ന് പറയോടാ? തുഷാരം. പിന്നീട് എന്ത് വരുന്നു? ഹിമം. എന്തെന്ന് പറയും? ഹിമത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫ്രോസ്റ്റ് എന്നാണ്. ഇംഗ്ലീഷിലെ ഈ തുഷാരത്തിന് നമ്മൾ പറയുന്നത് ഡ്യൂ എന്നാണ്. ഡ്യൂ. പിന്നീട് എന്ത് വരുന്നു? ഹിമം, ഫ്രോസ്റ്റ് എന്നാണ്. മൂന്നാമതായി വരുന്ന ഫോംസ് ഓഫ് കണ്ടൻസേഷന്റെ രൂപമാണ് ഫോഗ് ഓർ മിസ്റ്റ് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് അഥവാ കനത്ത മൂടൽമഞ്ഞ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഫോഗ് ഓർ മിസ്റ്റ് എന്നാണ്.
ഇനി നാലാമത്തെ രൂപം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതാണ്? മേഘം. ഏതാണ്ടാ? മേഘം അല്ലെങ്കിൽ ക്ലൗഡ് എന്നാണ്. ഈ 4 കാര്യങ്ങൾ സ്ഥിരം പരീക്ഷയ്ക്ക് എക്സാമിന് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബുക്കുകളിൽ എന്ത് ചെയ്യുക? ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ഏതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടൻസേഷൻ എന്താണെന്ന് എഴുതണം. എന്താണ് കണ്ടൻസേഷൻ വരുന്നത്? സാച്ചുറേഷൻ ലെവൽ ഹൈ ആകുമ്പോൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ലോ ആകുന്നു. ആ ലോ ആകുമ്പോൾ അന്തരീക്ഷത്തിലെ എന്ത് സംഭവിക്കുന്നു? എയർ എന്ത് ചെയ്യുന്നു? വിവിധ രീതിയിൽ കണ്ടൻസ്ഡ് ആവും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ വിവിധ രീതിയിൽ കണ്ടൻസ് ആവും. അതിനെയാണ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ആ ഫോംസ് ഓഫ് കണ്ടൻസേഷന്റെ 4 രൂപങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഏതൊക്കെയാണ്? തുഷാരം. ഏതാണ്? ഡ്യൂ. അടുത്തത് ഹിമം അല്ലെങ്കിൽ ഫ്രോസ്റ്റ്. അടുത്തത് മൂടൽമഞ്ഞ്, ഫോഗ്. മൂടൽമഞ്ഞോ കനത്ത മൂടൽമഞ്ഞ്, അതിന് നമ്മളെന്ന് പറയും? ഫോഗ് ഓർ മിസ്റ്റ് എന്ന് പറയും. അടുത്ത 4ാമത്തത് മേഘം. ഈ 4 കാര്യങ്ങളെ പറ്റിയും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഈ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ മാത്രമല്ല ഈ ചാപ്റ്ററിലുള്ളത്. നമുക്ക് ഈ മേഘവുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മേഘങ്ങളും ക്ലൗഡ്സും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കതിലേക്ക് വരാം. അപ്പൊ നമുക്കിനി തുഷാരം അല്ലെങ്കിൽ ഡ്യൂ എന്താണെന്ന് നോക്കാം. തുഷാരം അഥവാ ഡ്യൂ. തുഷാരം എന്താണ്? തുഷാരം അല്ലെങ്കിൽ ഡ്യൂ എന്താണ്? ഡ്യൂ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തുഷാരം എന്ന് ചോദിച്ചാൽ, രാത്രി കാലങ്ങളിൽ താപനില ഗണ്യമായി കുറയുന്ന മൂലം, രാത്രികാലങ്ങളിൽ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് മൂലം അന്തരീക്ഷത്തിലെ ജലബാഷ്പം അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റുകളുടെ രൂപത്തിലേക്ക് മാറും. വാട്ടർ ഡ്രോപ്ലെറ്റുകൾ അഥവാ എന്തെന്ന രൂപത്തിലേക്ക് മാറുന്നു? ജലബാഷ്പത്തിന്റെ രൂപത്തിലേക്ക് മാറും. ജലബാഷ്പ രൂപത്തിലേക്ക് മാറുന്നു എങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുക? അതിനെ തുഷാരം എന്ന് പറയും. എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് എന്ന് പറയുന്നത് ഹിമം വരുന്നത്. ഹിമം അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? ഫ്രോസ്റ്റ് വരുന്നത്. ആ ഫ്രോസ്റ്റ് വരുന്നത് ശ്രദ്ധിക്കുക. അറ്റ് നൈറ്റ് ടെമ്പറേച്ചർ വിൽ ബി ഡിക്രീസസ് ഇൻ ദി മൈനസ് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ, മൈനസ് ഡിഗ്രി സെൽഷ്യസ് ഉദ്ദേശിച്ചു -10 ഡിഗ്രി സെൽഷ്യസോ അങ്ങനെ എന്ത് ചെയ്യുന്നു? -ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിലെ താപനില ടെമ്പറേച്ചർ എന്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു? -ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. -ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷത്തിലെ ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്ത് ചെയ്യുന്നു? ഐസ് ക്രിസ്റ്റലുകളുടെ രൂപത്തിലേക്ക് മാറുന്നു. ഐസ് ക്രിസ്റ്റൽസിന് നമ്മൾ എന്ത് മലയാളത്തിൽ പറയുന്നത് എന്താണ്? ഐസ് പരലുകളുടെ രൂപത്തിലേക്ക് മാറുന്നു. ഐസ് പരലുകളുടെ രൂപത്തിലേക്ക് മാറും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹിമം എന്ന് പറയും. അപ്പോ തുഷാരം ഓർത്തു വയ്ക്കുക. അറ്റ് നൈറ്റ് ടെമ്പറേച്ചർ വിൽ ബി ലോ. ദ വാട്ടർ വേപ്പർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് ഫോമിംഗ് ദി വാട്ടർ ഡ്രോപ്ലെറ്റ് ഈസ് കാൾഡ് ഡ്യൂ. അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ് അഥവാ ജലബാഷ്പത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു എങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുക? തുഷാരം എന്ന് പറയാം. ഇനി ഹിമം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ടെമ്പറേച്ചർ എന്ത് രൂപത്തിലേക്ക് മാറുന്നു? -ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പർ എന്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു? ഐസ് ക്രിസ്റ്റലുകളുടെ രൂപത്തിലേക്ക് മാറുന്നു. ആ മാറുന്ന രൂപമാണ് ഏതെന്നറിയപ്പെടുന്നത്? ഹിമം എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഓർത്തു വെക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കനത്ത മൂടൽമഞ്ഞ് അഥവാ മൂടൽമഞ്ഞ്. അതിന് നമ്മൾ പറഞ്ഞു ഫോഗ് ഓർ മിസ്റ്റ് എന്നാണ് പറഞ്ഞത്, അല്ലെ? ഫോഗ് ഓർ മിസ്റ്റ്. ഫോഗിന് നമ്മൾ പറയുന്നത് കനത്ത മൂടൽമഞ്ഞ്. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂടൽമഞ്ഞ്. ശ്രദ്ധിച്ചിരിക്കും. ഫോഗും മിസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ അന്തരീക്ഷത്തിലെ ജലബാഷ്പം രാത്രി സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് കുറയുകയും എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷത്തിലെ ജലബാഷ്പം ഐസ് ക്രിസ്റ്റലുകൾ രൂപത്തിലേക്ക് മാറുന്നത് നമ്മൾ എന്തെന്ന് പഠിച്ചു? ഫ്രോസ്റ്റ് എന്ന് പഠിച്ചു, അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? താപനില കുറഞ്ഞു വരും. ആ താപനില കുറയുമ്പോൾ സംഭവിക്കുന്നത് വായു എന്ത് രൂപത്തിലേക്ക് മാറുന്നു? ചെറിയ വാട്ടർ ഡ്രോപ്പിൽ നമുക്ക് കാണാൻ പറ്റാത്ത മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിട്ട് മാറും. അതാണ് അതിന്റെ പ്രത്യേകത. ഫോഗ് ഓർ മിസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൈന്യൂട്ട് പാർട്ടിക്കിൾ. നമുക്ക് ജലത്തുള്ളിയൊക്കെ നമുക്ക് കാണാൻ പറ്റും, ചെറിയ ഐസ് പരലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഫ്രോസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ചെറിയ വാട്ടർ ഡ്രോപ്പിൽ, മൈന്യൂട്ട് വാട്ടർ ഡ്രോപ്ലെറ്റുകൾ രൂപത്തിലേക്ക് മാറും. അതാണ് എന്ന് പറയുന്നത് ഫോഗ് ഓർ മിസ്റ്റ് എന്ന് പറയും.
നമുക്കറിയാം മഞ്ഞ് എന്ന് പറയുന്ന സാധനം അല്ലെ, രാവിലെ എണീക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നല്ല മഞ്ഞുള്ള സമയം അല്ലെ. ഡിസംബർ കാലത്ത്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ കനത്ത മഞ്ഞുണ്ടാവുന്നത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കുമ്പോ കനത്ത മൂടൽ മഞ്ഞുണ്ട്, മൂടൽ മഞ്ഞുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, കനത്ത മൂടൽ മഞ്ഞ് അഥവാ ഫോഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ ഇവിടെ ഒരാളിനെ വരയ്ക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഒരാളിനെ വരയ്ക്കാം. ഈ ആളിന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ എന്ത് ചെയ്യുന്നു, ഒന്നും കാണാൻ കഴിയുന്നില്ല. അതായത് ഇവിടെ മുഴുവൻ എന്തായാലും മൂടൽ മഞ്ഞാണ്. എങ്കിലാണ് എന്തെന്ന് പറയുന്നത് ഫോഗ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയണ, ഫോഗ് എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ ഒരാൾ അതേപോലെ നിൽക്കുന്നു, 1 കിലോമീറ്ററിന് ഉള്ളിൽ നമുക്ക് എല്ലാം കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാളിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ മിസ്റ്റ് എന്നാ പറയും. ശ്രദ്ധിച്ചിരിക്കുക, 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ കനത്ത മൂടൽ മഞ്ഞ് എന്ന് പറയും, കനത്ത മൂടൽ മഞ്ഞ്. ഇനി മിസ്റ്റ്, 1 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ആളെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ മൂടൽ മഞ്ഞ് എന്നാ പറയാം. ഓക്കെയാണ്. ഇതാണ് ഫോഗ് ഓർ മിസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കാറില്ല, മൂന്നാറിലും കുറച്ച് നമ്മൾ പൊന്മുടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. സിഗരറ്റ് കളിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ടല്ലോ, നമ്മൾ വായിൽ നിന്നൊക്കെ മഞ്ഞ് പോകുന്ന പോലെ തോന്നാറുണ്ടല്ലോ. അതാണ് എന്ന് പറയുന്നത് കനത്ത മൂടൽ മഞ്ഞും മൂടൽ മഞ്ഞും എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്മോഗ് എന്നാണ്. സ്മോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോഗ് എന്ന് പറഞ്ഞാൽ നമ്മള് വ്യാവസായിക മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റീജിയനിൽ എന്ന് സംഭവിക്കുന്നു, സ്മോക്ക് ഉണ്ടാകും. സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക ഉണ്ടാകും. എന്താണ് പുക ഉണ്ടാകും? ഈ പുകയോടൊപ്പം എന്ത് സംഭവിക്കുന്നു, ഫോഗും കൂടെ വരും. അപ്പോ ഇത് രണ്ടും കൂടെ ചേരുമ്പോ എന്താകുന്നു, സ്മോഗ് ആകും. എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റീജിയൻ, പൊതുവായി ഇൻഡസ്ട്രിയൽ റീജിയനിൽ എന്ത് സംഭവിക്കുന്നു, പുക ഉണ്ടാകും. ഈ പുകപടലവും എന്തും മൂടൽ മഞ്ഞും കൂടെ ചേരുമ്പോ എന്ത് സംഭവിക്കുന്നു, സ്മോഗ് ആവും. ഇതിനെയാണ് നമ്മൾ സ്മോഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് മേഘങ്ങളാണ്. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു നല്ല ടോപ്പിക്കാണ് മേഘങ്ങൾ അഥവാ എന്തെന്ന് പറയും, ക്ലൗഡ്സ്. എന്തെന്ന് പറയടാ, ക്ലൗഡ്സ്. ശ്രദ്ധിച്ചിരിക്കും, എന്താണ് ക്ലൗഡ്സ് നമുക്ക് നോക്കാം. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ 2 കാര്യങ്ങളുണ്ട്. അന്തരീക്ഷത്തിലെ മേഘങ്ങൾ ഉണ്ടാകുന്ന ഒരു ഫോർമേഷനാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ആരൊക്കെ ചേരുമ്പോഴാണെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഡസ്റ്റ് പാർട്ടിക്കിളും ഡസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങളാണ്. എന്ന് പറയുന്നത് പൊടിപടലങ്ങളും പ്ലസ് ആരാണ്, എയറിലെ എന്ത് സാധനം, വാട്ടർ വേപ്പറും കൂടെ ചേരുമ്പോഴാണ് ആരുണ്ടാകുന്നത്, മേഘങ്ങൾ ഉണ്ടാകും. ഇത് രണ്ടും കൂടെ ചേർന്ന് ഘനീഭവിക്കുമ്പോഴാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ മേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ്സ് ഫോർമേഷൻ ചെയ്യുന്നത് ഡസ്റ്റ് പാർട്ടിക്കിളും അന്തരീക്ഷത്തിലെ വാട്ടർ വേപ്പറും കൂടെ ചേരുമ്പോഴാണ്. എങ്കിൽ മേഘങ്ങളുടെ വാട്ടർ വേപ്പറിന്റെ അളവെന്ന് പറയുന്നത് 0.001 മില്ലിമീറ്റർ ആണ്. അതായത് അത്രയ്ക്കും മൈന്യൂട്ട് ആയിട്ടാണ് ഏതിന്റെ കാണപ്പെടുന്നത്, വാട്ടർ വേപ്പറിന്റെ അളവ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ വാട്ടർ വേപ്പറിന്റെ സൈസ് കാണപ്പെടുന്നത്. അപ്പോ മേഘങ്ങൾ എന്ന് പറയുമ്പോ ആരൊക്കെ ചേരുമ്പോഴാണ്, ഡസ്റ്റ് പാർട്ടിക്കിളും ഡസ്റ്റ് പാർട്ടിക്കിളും എയറിലെ വാട്ടർ വേപ്പറും കൂടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ വാട്ടർ വേപ്പറും എയറും ചേർന്ന് ഡസ്റ്റ് പാർട്ടിക്കിളും ചേരുമ്പോഴാണ് മേഘങ്ങൾ ഫോർമേഷൻ ചെയ്യുന്നത്. ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് എന്ത് സാധനം, കണ്ടൻസേഷനിലെ മെയിൻ സാധനമാണ്. നിങ്ങൾക്കറിയാം മേഘങ്ങൾ എത്ര തരമുണ്ട്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സിറസ് മേഘങ്ങൾ, അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ അത് തന്നെയാ പറയുന്നത്, സ്ട്രാറ്റസ് മേഘങ്ങൾ. അടുത്ത എന്ത് പറയും, സ്ട്രാറ്റസ് മേഘങ്ങൾ, സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ. അടുത്ത നമ്മൾ പറയും ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയും, ക്യുമുലസ് മേഘങ്ങൾ. അപ്പോ സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, അടുത്ത നിംബസ് മേഘങ്ങൾ. ഇത്രയും മേഘങ്ങളാണ് നമ്മുടെ പ്രധാനമായും കാണപ്പെടുന്നത് അല്ലെ. നമുക്ക് ഇതെല്ലാം സെപ്പറേറ്റ് ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മുടെ ഭൂമുഖത്ത്, നമ്മുടെ ആകാശത്ത് നമുക്കിത് ഒന്നിനോട് ചേർന്നായിരിക്കും കാണപ്പെടുന്നത്. അതായത് സിറസ്, സ്ട്രാറ്റസ് എന്നായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ സിറസ്, ക്യുമുലസ് എന്നായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ക്യുമുലോ നിംബസ് എന്നായിരിക്കും കാണപ്പെടുന്നത്. അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണപ്പെടുന്നത് വളരെ കുറവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏറ്റവും അവസാനത്തെ ആളായ നിംബസിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നീട് നമ്മൾ സിറസിനെ ആയിരിക്കും കാണുന്നത്. ശ്രദ്ധിച്ചിരിക്കുക.
അപ്പൊ നമുക്ക് ഇതിനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാവും. അടുത്തത് സിറസ് മേഘങ്ങൾ എന്താണ് എന്നാണ് പറയുന്നത്. എന്താണ് സിറസ് മേഘങ്ങൾ? സിറസ് മേഘങ്ങൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഈ മേഘം കാണുമ്പോൾ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു? എന്ത് രൂപത്തിലാണ് കാണപ്പെടുന്നത്? പക്ഷിത്തൂവലുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നു. പക്ഷിത്തൂവലുകളുടെ രൂപത്തിൽ കാണപ്പെടുന്ന ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ പിക്ചർ ഉണ്ട്. സിറസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് പക്ഷിത്തൂവലുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയെയാണ് സൂചിപ്പിക്കുന്നത്. നോർമൽ ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ കനത്ത പാളികളായി കാണപ്പെടുന്നു. കനത്ത പാളികൾ നമ്മൾ ബാറിന്റെ കനത്ത പാളികൾ ഉണ്ടോ? ബാർ അതുപോലെ കനത്ത എന്ത് ചെയ്യുന്നു? പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. സ്ട്രാറ്റസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോ സിറസ് മേഘങ്ങൾ പക്ഷിത്തൂവലുകൾ രൂപത്തിൽ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ബാറുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നു. അത് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി വരുന്നത് എന്താണ്? ക്യുമുലസ് മേഘങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ അല്ലേ, നമ്മൾ സാധാരണ വീടും തെങ്ങും ഒക്കെ വെച്ച് നമ്മൾ സാധാരണ ഒരു പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ് പഞ്ഞിക്കെട്ടിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ. എന്ത് ചെയ്യുന്നു? പഞ്ഞിക്കെട്ടിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പഞ്ഞിക്കെട്ടിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മേഘമാണ് എന്നറിയപ്പെടുന്നത് ക്യുമുലസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി നിംബസ് മേഘങ്ങൾ നിങ്ങൾക്ക് അറിയാം. നിംബസ് മേഘങ്ങൾ കറുത്തിരണ്ട മേഘങ്ങളാണ് ഏതെന്നറിയപ്പെടുന്നത്. നിംബസ് മേഘങ്ങൾ. ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മഴ മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഇതിൽ ഇങ്ങനെ ഒരു ചോദ്യം ആയിരിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ജലബാഷ്പത്തിന്റെ അളവ് ആരിലായിരിക്കും? ഏറ്റവും കൂടുതൽ നിംബസ് മേഘങ്ങളിലായിരിക്കും. റെയിനി ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? നിംബസ് ക്ലൗഡ്സുകളാണ്. അപ്പോ നമ്മൾ പറഞ്ഞ സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ ഇവയെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. സിറസ് മേഘങ്ങൾ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയെ സൂചിപ്പിക്കുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു പക്ഷിത്തൂവലിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു. ഇനി എന്ത് പറഞ്ഞു? കനത്ത പാളികളുടെ രൂപത്തിൽ കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറഞ്ഞു. ക്യുമുലസ് മേഘങ്ങൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ക്യുമുലസ് മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നു. തൂവൽക്കെട്ടുകളുടെ രൂപത്തിൽ കാണപ്പെടുന്നു. നിംബസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് കറുത്ത മേഘങ്ങൾ എന്നറിയപ്പെടുന്നു. കറുത്ത മേഘങ്ങൾ അല്ലെങ്കിൽ റെയിനി ക്ലൗഡ്സുകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. ഈ മേഘങ്ങൾ പ്രധാനമായിട്ടും ഇത് എന്ത് ടൈപ്പ് ഓഫ് ബേസ്ഡ് ഓൺ എന്തിലാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ബേസ്ഡ് ഓൺ ഷേപ്പ് ആണ്. എന്താണ്? മേഘങ്ങളുടെ ഫോർമേഷനിൽ ഇത് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഷേപ്പിലാണ്. ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ആണ് എന്ന് ഓർക്കുക. ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ആണ്. ഷേപ്പിലാണ്. മേഘങ്ങൾ ഷേപ്പിൽ അല്ലെങ്കിൽ രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രയായി തരംതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. എന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈറ്റിന്റെ രൂപത്തിൽ എത്ര ഹൈറ്റിൽ നിൽക്കുന്നു എന്ന രീതിയിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മേഘങ്ങളാണുള്ളത്. അതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മള് ക്ലൗഡുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഷേപ്പുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലൗഡുമായി ബന്ധപ്പെട്ട ഹൈറ്റിലെ ക്ലൗഡ് എത്ര തരം റെപ്രസെന്റേഷൻ ആണെന്നാണ്. ഹൈറ്റില് ആദ്യം പറയുന്നത് ഹൈ ക്ലൗഡ് തന്നെയാണ്. ഹൈ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഉയർന്ന മേഘങ്ങൾ എന്നാണ്. ഉയർന്ന മേഘങ്ങൾ ഏതാണെന്ന് നോക്കാം. ഉയർന്ന മേഘങ്ങൾ 20,000 മുതൽ 40,000 ഫീറ്റ് വരെ കാണപ്പെടുന്നവയാണ് ഉയർന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി മീഡിയം ക്ലൗഡ്സുകൾ അല്ലെങ്കിൽ മധ്യമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ 7,000 മുതൽ 20,000 ഫീറ്റ് വരെ. ഇനി ലോ ക്ലൗഡ്സ് അല്ലെങ്കിൽ താഴ്ന്ന മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് 7,000 ഫീറ്റിന് താഴെ. അപ്പോ ഇത് 3 ഇമ്പോർട്ടന്റ്. പിന്നീട് എന്ത് ചെയ്യുന്നു? ക്ലൗഡ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, അതായത് ഉയർന്ന വിതാനങ്ങളിൽ. ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന വിതാനങ്ങളിൽ കാണപ്പെടുന്ന മേഘമാണ് എന്നറിയപ്പെടുന്നത് എ ക്ലൗഡ് വിത്ത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. ഇത് 2,000 മുതൽ 30,000 ഫീറ്റ് വരെ കാണപ്പെടുന്നവയാണ് എന്നറിയപ്പെടുന്നത് ക്ലൗഡ് വിത്ത് ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്.
ഇത് ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച സാധ്യത വളരെ കുറവാണ്. എങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ നോട്ടുകളിൽ എഴുതി വെക്കേണ്ട കാര്യമാണ്. അപ്പോ ക്ലൗഡ്സിനെ പറ്റി എഴുതാനാണ് ഒരു വലിയ എസ്സേ അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഏതൊക്കെ എഴുതണം? ഷേപ്പും എഴുതണം, ഷേപ്പുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനും എഴുതണം, ഹൈറ്റുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനും എഴുതണം. ഇത് രണ്ടും മസ്റ്റ് ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യൂ, ആദ്യത്തെ ഷേപ്പിന് 3 മാർക്ക്, ഹൈറ്റിന് 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? 6 മാർക്ക് കിട്ടുകയുള്ളൂ. 4 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ പ്രധാനമായും നിങ്ങൾ എന്തെഴുതിയാൽ മതി? ഷേപ്പുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ മാത്രം എഴുതിയാൽ മതി. അപ്പോ ഇന്ന് നമ്മൾ എന്താ പറഞ്ഞത്? വിവിധതരം ഘനീകരണ രൂപങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലെ? വിവിധതരം ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഡ്യൂ, ഫ്രോസ്റ്റ്, ഫോഗ് ഓർ മിസ്റ്റ്, പിന്നെ എന്ത് പഠിച്ചു നമ്മള്? എന്ത് ചെയ്തു? മേഘങ്ങൾ പഠിച്ചു. പിന്നീട് എന്ത് ചെയ്യാൻ ഇടയ്ക്ക് നമ്മൾ സ്മോഗ് എന്താണെന്നും പഠിച്ചു. അപ്പോ ഈ ക്ലാസ്സിൽ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.